ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. സൂക്ഷ്മദർശിനിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ 2-3 ദിവസം മുമ്പാണ് ഇതിന്റെ ഒരു സോങ് നമ്മൾ റിയാക്ഷൻ ചെയ്തത്. അപ്പം ഇപ്പൊ അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് നമുക്ക് ഒരുപാട് ഈ പറഞ്ഞോട്ട് എക്സ്പെക്ടേഷൻ ഉള്ളൊരു മൂവിയാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഇപ്പോഴത്തെ ബേസിന്റെ ഒരു കരിയർ നോക്കുവാണെങ്കിൽ അവസാനം വന്ന പടങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ബ്ലോക്ക് ബസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നസ്രിയയും ഒരുപാട് വർഷത്തിന് ശേഷം നസ്രിയയും വരുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കോംബോയും കൂടെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷ തരുന്നത്. അപ്പൊ നമുക്ക് നേരെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഉണ്ട് നോക്കാം. നിന്നെ കൂട്ടാണെങ്കിൽ സൂപ്പർ. 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഒരെണ്ണം ഒപ്പിച്ചിട്ടുണ്ട്. വന്ന അന്ന് മുതൽ വിചാരിക്കുന്നു എല്ലാവരും വിളിച്ചൊരു ക്രിക്കറ്റ് ഇന്നാണ് കറക്റ്റായിട്ടൊരു അവസരം കിട്ടിയത്. കാലത്തെന്തിനോ തല്ലിക്കൊന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇതൊന്നും മരപ്പെട്ടി ഒടുങ്ങോ ഇനി അതുവല്ല കാര്യമോ? തോമസ് ചേട്ടാ വലിയ ഉടും പറിച്ച് ബെസ്റ്റാന്ന് കേട്ടിട്ടുണ്ട്. എന്റെ സ്റ്റുഡന്റാ. അവന്റെ പൊട്ടൻഷ്യൽ ഞാൻ അന്നേ തിരിച്ചറിഞ്ഞതാ. ഞാൻ പഠിപ്പിച്ചോണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ. ആ ചിരിയിൽ തന്നെ ഒരു കുട്ടിത്തമുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നിനക്കിപ്പോഴും ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ലല്ലോ. ട്രെയിലർ ആദ്യം കുറച്ച് കോമഡിയും പരിപാടികളൊക്കെ കാണിച്ചെങ്കിലും അവസാനം വന്നപ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു മൊത്തത്തിൽ ട്രാക്ക് തന്നെ മാറ്റിക്കളഞ്ഞു. അതുവരെ കണ്ട് അല്ലെങ്കിൽ നമ്മൾ അതുവരെ എക്സ്പെക്ട് ചെയ്ത സംഭവത്തിൽ നിന്ന് മൊത്തവും വഴിമാറി വേറൊരു ട്രാക്കിലേക്ക് മാറിയൊരു ട്രെയിലറായിരുന്നു. ഇപ്പം നമുക്ക് ട്രെയിലറിന്റെ അവസാനത്തെ എൻഡ് പോർഷനിലേക്ക് നമുക്ക് വന്നപ്പോൾ മനസ്സിലായത് ഇതിനകത്ത് നമുക്ക് ആദ്യമൊക്കെ കുറച്ച് എനിക്കൊന്ന് ബേസിന്റെ ഒരു ക്യാരക്ടർ ഭയങ്കര വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ഇപ്പം പൂച്ച കല്ലെറിയുന്നതും ഉടുമ്പിനെ പിടിക്കുന്നതും ഒരു ചെറിയ ഒരു കുസൃതി നിറഞ്ഞതും ഇല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ സൈക്കോ പോലൊക്കെ തോന്നുന്ന രീതിയിലൊക്കെ ബേസിലിന്റെ ഒരു ക്യാരക്ടർ ആദ്യം നമ്മളെ കാണിച്ചത്. അപ്പൊ അയൽവക്കത്തുകാരനായിട്ട് നസ്രിയുടെ അയൽവക്കത്തുകാരനായിട്ട് വരുന്നു. ഇപ്പൊ നസ്രിയ ഡെയിലി വാച്ച് ചെയ്യുന്ന ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ജനന്റെ അവിടെ ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്നു. അപ്പം ഡെയിലി ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നസ്രിയ വാച്ച് ചെയ്യുന്ന സമയത്ത് ആ വീടിനകത്ത് എന്തോ നടക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത എന്തോ ഒരു സംഭവം പുള്ളിക്കാരി കാണുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തായിരിക്കും പിന്നീട് സിനിമ പോകുന്നത്. അന്നേരം എനിക്ക് തോന്നുന്നു അതുവരെയുള്ള കോമഡി രീതി മാറിയിട്ട് പിന്നെ ഒരു ചെറിയൊരു ത്രില്ലർ മൂഡിലോട്ടായിരിക്കും ആ പടം വരുന്നത്. ട്രെയിലറിനകത്ത് നമുക്ക് അങ്ങനെയാണ് മനസ്സിലായത്. എന്ന് വെച്ചാല് നമുക്ക് അവിടുത്തെ BGM-ഉം അവിടുത്തെ കട്ട്സുകളും ഷോർട്സും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഷോർട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ത്രില്ലർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വെറൈറ്റി സിനിമ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. നവംബർ 22-നാണ് റിലീസ്. അതെ, അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു ഡീസന്റ് ട്രെയിലർ തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.